നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി 5 ആണ്, അതായത് 5ാമത്തെ യൂണിറ്റ്. 5ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് നസാരെ. നസാരെ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ എന്ന യൂണിറ്റാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ പ്രേംചന്ദിന്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജീവൻ കാ വാസ്തവിക സുഖ് दूसरों को सुख देने में है, उनका सुख छीनने में नहीं. ജീവൻ കാ വാസ്തവിക സുഖ്, ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം, സുഖം, ദൂസരോം കോ സുഖ് ദേനെ മേം ഹേ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിലാണ്. ഉൻകാ സുഖ് ചീനനെ മേം നെഹി, ഉൻകാ സുഖ് അവരുടെ സന്തോഷം അല്ലെങ്കിൽ സുഖം, ചീനനെ മേം നെഹി തട്ടിയെടുക്കുന്നതിലല്ല. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം അല്ലെങ്കിൽ സുഖം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിലാണ്, അല്ലാതെ അവരുടെ സന്തോഷം തട്ടിയെടുക്കുന്നതിലല്ല എന്നാണ് ഇവിടെ പ്രേംചന്ദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന ഡയറിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ജസിന്ത കെർക്കെട്ടയാണ്. ജസിന്ത കെർക്കെട്ട ഒരു ദിവസം ജാർഖണ്ഡിലെ റിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയ ഡയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ കൂടാതെ ഒന്നും സാധ്യമല്ല, സ്നേഹത്തെ കൂടാതെ നമുക്ക് മറ്റൊന്നുമില്ല, സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഡയറിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയറി എങ്ങനെ എഴുതാം എന്നുകൂടെ പഠിക്കാൻ സാധിക്കും. ഇവിടെ ഡേറ്റും സ്ഥലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 27 ജൂൺ 2022 സോമവാർ. സോമവാർ തിങ്കൾ, സ്ഥലം രാഞ്ചി, ജാർഖണ്ഡ്. അപ്പം നമുക്ക് ഡയറിയിലേക്ക് കടക്കാട്ടോ. ഹിന്ദിയിൽ ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അർത്ഥങ്ങളെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം നമുക്ക് ഡയറിയിലേക്ക് കടക്കാം. റിംസ് ജാർഖണ്ഡ് കാ സബ്സെ ബഡാ സർക്കാരി അസ്പതാൽ ഹേ. റിംസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ പേരാണ് കേട്ടോ. സബ്സെ ബഡാ ഏറ്റവും വലിയ, സർക്കാരി സർക്കാർ, അസ്പതാൽ ഹോസ്പിറ്റൽ. റിംസ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. ഇസ് अस्पताल में एक रिपोर्ट लेने में कतार में खड़ी थी. इस अस्पताल में, ഈ ആശുപത്രിയിൽ, ഏക്ക് റിപ്പോർട്ട് ലേനെ ഒരു റിപ്പോർട്ട് വാങ്ങാൻ, മേം ഞാൻ, കതാർ മേം ഖടി തീ, കതാർ എന്ന് പറഞ്ഞാൽ വരി, ക്യൂ, ഖടി തീ നിൽക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ ഒരു റിപ്പോർട്ട് വാങ്ങാൻ ഞാൻ വരിയിൽ നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക്ക് വ്യക്തി ഖടാ താ. മേരെ എൻ്റെ, ആകെ മുന്നിൽ, ഏക്ക് വ്യക്തി ഖടാ താ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ഒരു വ്യക്തി, ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നു. ഉസേ ബി കോയി റിപ്പോർട്ട് ലേനി ഥി. അയാൾക്കും അദ്ദേഹത്തിനും ഏതോ റിപ്പോർട്ട് വാങ്ങാൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ലേഖിക ജസിന്ത കെർക്കെട്ട ജാർഖണ്ഡിലെ ഏറ്റവും വലിയ സർക്കാർ ഹോസ്പിറ്റലായ റിംസിൽ ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി വരിയിൽ നിൽക്കുകയാണ്. അപ്പം ലേഖികയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്കും ഏതോ റിപ്പോർട്ട് വാങ്ങാനുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഡയറി എഴുതുമ്പോൾ
മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ ഡയറിയാണല്ലേ എഴുതുന്നത്, അല്ലേ? നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ എഴുതണം. അപ്പോൾ മേം, ഞാൻ, മേരെ, എൻ്റെ എന്നൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്. നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറിയുടെ ബാക്കി നോക്കാം. പൈസെ ജമാ കർത്തേ വക്ത്, പൈസെ പൈസ, ജമാ കർത്തേ വക്ത് അടയ്ക്കുന്ന സമയത്ത്, ഉസ്കെ പാസ് 20 रुपये कम पड़ रहे थे, पास 20 रुपये कम पड़ रहे थे. 20 रुपये 20 രൂപ, കം എന്ന് പറഞ്ഞാൽ കുറവ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 രൂപ കുറവുണ്ടായിരുന്നു. റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പൈസ അടയ്ക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 രൂപ കുറവുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വഹ് പരേശാൻ ഇധർ ഉധർ താക്ക് രഹാ താ, അദ്ദേഹം വറീഡായിട്ട്, അസ്വസ്ഥനായിട്ട്, ഇധർ ഉധർ താക്ക് രഹാ താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. ബാർ ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ താ, ബാർ ബാർ ഇടയ്ക്കിടെ പല തവണയായിട്ട്, ജേബ് മേം, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, ഹാത്ത് കൈ, അയാള് പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പീച്ചെ വാലേ ലോഗ് ജൽദി കരോ ചില്ലാ രഹേ തേ, പീച്ചെ വാലേ ലോഗ് പിന്നിലുള്ള ആളുകള് ജൽദി കരോ ജൽദി എന്ന് പറഞ്ഞാൽ വേഗം, വേഗത്തിലാക്കൂ, വേഗം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചില്ലാ രഹേ തേ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ലേഖിക എന്താണ് കാണുന്നത്? ഒരാള് റിപ്പോർട്ട് വാങ്ങാൻ വന്നപ്പോൾ അയാളുടെ കയ്യിൽ 20 രൂപ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും പോക്കറ്റിൽ കൈയിട്ട് നോക്കുകയാണ് പൈസ ഉണ്ടോന്ന്. അതിന് കാരണം എന്താ? പൈസ കൊടുക്കാതെ റിപ്പോർട്ട് കിട്ടില്ല, അതുകൊണ്ട്. അതിനുശേഷം എന്താണ്? ബാക്കിൽ വരിയിൽ നിൽക്കുന്ന ആളുകൾ എന്താ ചെയ്യണേ? ബഹളം വെക്കുകയാണ്. വേഗാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് ബഹളം വെക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വായിക്കാം കേട്ടോ. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനേ ലഗ, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ വിളിക്കാൻ തുടങ്ങി. അയാൾ ആർക്കൊക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഇയാൾ ഫോൺ ചെയ്യാണല്ലോ, അപ്പൊ ഫോണിൽ ഇങ്ങനെ പറയാണ്, 20 रुपया नहीं मिल रहा, ലൈൻ മേ ഖടാ ഹൂ, ലേക്കർ ജൽദി ആയിയേ, വേഗം വരൂ. 20 रुपया नहीं मिल रहा, 20 രൂപ കാണാനില്ല, കിട്ടിയില്ല. ഈ 20 രൂപ കാണാനില്ല, അതുകൊണ്ടാണ് എന്ത് അദ്ദേഹം പോക്കറ്റിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കൈയിട്ട് നോക്കിയത്. ലൈൻ മേ ഖടാ ഹൂ, വരിയിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ലേക്കർ ജൽദി ആയിയേ, എടുത്തിട്ട് വേഗം വരൂ, കൊണ്ടുവരൂ എന്ന് പറയാണ്. 20 രൂപയില്ല, ഞാൻ ക്യൂവില് വരിയിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് എന്താണ് 20 രൂപ എടുത്തിട്ട് വേഗം വരൂ എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. കണ്ടോ? ബാക്കിലുള്ള ആളുകൾ ജൽദി കരോ എന്ന് പറയാണ്. അവിടെ ബാക്കിൽ ഒരുപാട് ആളുകളുണ്ടല്ലേ. അപ്പം ഇയാൾ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറയാണ്, 20 रुपया नहीं मिल रहा, ലൈൻ മേ ഖടാ ഹൂ, ലേക്കർ ജൽദി ആയിയേ എന്ന് പറയാണ്. വോ കിസി സേ ഫോൺ പർ കഹ രഹാ താ, അയാൾ ആരോടോ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഥയിലെ, അതായത് ഡയറിയുടെ ബാക്കി എന്താണെന്ന് നോക്കാം. തബി മേനെ 20 रुपये निकाल कर उसकी ओर बढ़ा दिए, തബി അപ്പോൾ, മേനെ ഞാൻ, 20 रुपये निकाल कर
20 രൂപ എടുത്തിട്ട് ഉസ്കി ഓർ ബഡാ ദിയേ, അയാളുടെ നേരെ നീട്ടി. അപ്പോൾ ഞാൻ 20 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടി. നമ്മുടെ ലേഖിക 20 രൂപ കൊടുത്ത് അയാളെ സഹായിച്ചു. ഞാൻ മാർക്ക് ചെയ്ത ഈ വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് ഇത് കേട്ടോ. അപ്പം എല്ലാവരും ഇത് തെറ്റാതെ പഠിക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി വായിക്കാം. ഉസ്നെ രാഹത്ത് കി സാസ് ലി. രാഹത്ത് ആശ്വാസം. അയാള് ആശ്വാസത്തിന്റെ ശ്വാസം വിട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താണ് ഒരു നെടുവീർപ്പിട്ടു, ഒരു ദീർഘ നിശ്വാസം വിട്ടു. കാരണം എന്താണ്, പൈസ കിട്ടിയല്ലോ. മേനെ ദേഖ, ഞാൻ കണ്ടു. ആദ്മി छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. छोटी सी ചെറിയ, മദദ് സഹായം, ആസ്പാസ് സമീപത്ത്, ചുറ്റും, ഖടെ നിൽക്കുന്ന. മനുഷ്യന്, ഒരു വ്യക്തിക്ക് ചെറിയ സഹായത്തിന് വേണ്ടിയിട്ട് സമീപത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ നോക്കാൻ കഴിയില്ലെന്ന് ഞാൻ കണ്ടു എന്ന് ലേഖിക പറയാണ്. അസഹായ് മെഹസൂസ് കർത്താ ഹെ, നിസ്സഹായത തോന്നുന്നു എന്ന് പറയാണ്. 20 രൂപയ്ക്ക് വേണ്ടി ആ വ്യക്തി ആരോടും സഹായം ചോദിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇവിടെ നമ്മുടെ ലേഖിക പറയുന്നത്. ലേഖികയ്ക്കുള്ള മനുഷ്യത്വവും ഒരാളെ സഹായിക്കാനുള്ള മനസ്സും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുള്ളത് കൊണ്ടാണ് ലേഖിക ആ വ്യക്തിയെ സഹായിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ 2nd പേജ് വായിക്കാം. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फोन पर किसी को बुलाता रहा. काम पूरा होने पर वह कतार से अलग हो गया. വരിയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ജോലി പൂർത്തിയാക്കി 20 രൂപയൊക്കെ കൊടുത്ത അയാൾ വരിയിൽ നിന്നും മാറി. और 20 रुपये के लिए फोन पर किसी को बुलाता रहा. 20 रुपये के लिए 20 രൂപയ്ക്ക് വേണ്ടി ഫോൺ പർ, ഫോണിൽ, കിസിക്കോ ബുലാത്ത രഹ, ആരൊക്കെ അയാൾ ഇങ്ങനെ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ 20 രൂപയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മേം റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി തോ വഹ് പാസ് ആയ. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി തോ പോകാൻ തുടങ്ങിയപ്പോൾ, വഹ് പാസായ എന്ന് പറഞ്ഞാൽ അടുത്തു വന്നു. ഞാൻ റിപ്പോർട്ട് വാങ്ങിയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അടുത്തു വന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. ജറാ രുക്കിയേ ധന്യവാദ്. ജറാ രുക്കിയേ, ഒന്ന് നിൽക്കൂ, അല്പം ഒന്ന് നിന്നാലും. ധന്യവാദ് എന്ന് പറഞ്ഞാൽ നന്ദി, താങ്ക്സ് പറയുകയാണ് അയാള് നമ്മുടെ ലേഖികയുടെ അടുത്ത്. ആപ്കെ 20 रुपये पैसे लौटाते हुए उसने कहा. ആപ്കെ 20 रुपये, താങ്കളുടെ 20 രൂപ. പേസെ ലോട്ടാത്തെ ഹുവേ ഉസ്നെ കഹ, പൈസ തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതായത് ലേഖിക അയാളെ സഹായിച്ച 20 രൂപ അയാൾ തിരിച്ചു നൽകി. ലേഖികയോട് അദ്ദേഹം ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞു. അതിനുശേഷം താങ്കളുടെ 20 രൂപ ഇതാ എന്ന് പറഞ്ഞ് ആ പണം തിരികെ നൽകി. ഇനി അടുത്ത വരി. അരേ വാപ്പസ് കർണ ജറൂരി നഹി. അത് തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യമൊന്നുമില്ല എന്ന് ആര് പറഞ്ഞു? ലേഖിക പറഞ്ഞു. 20 ही तो रुपए है मैंने कहा. ഒരു 20 രൂപയല്ലേ, ഒരു 20 രൂപയല്ലേ ഉള്ളൂ എന്ന്. മേനെ കഹ, ഞാൻ പറഞ്ഞു. നെഹീം, അല്ല. വഹ് 20 ही रुपए नहीं थे. അല്ല, അത് വെറും ഒരു 20 രൂപ മാത്രമായിരുന്നില്ല. കെഹക്കർ വഹ് ചലാ ഗയ, പറഞ്ഞുകൊണ്ട് അയാൾ പോയി. അദ്ദേഹം എന്താണ്,
അത് പറഞ്ഞിട്ട് അയാൾ പോയി. അയാൾക്ക് ഒരു 20 രൂപ നൽകി നമ്മളുടെ എഴുത്തുകാരി അയാളെ സഹായിച്ചു. അപ്പം നിങ്ങൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എത്ര ചെറിയ പൈസ ആയാലും അതിന് അതിൻ്റെതായ മൂല്യമുണ്ട് അല്ലേ? ഒരാളെ സഹായിക്കുന്നത് വലിയൊരു കാര്യമാണ്. അത് സഹായം ലഭിക്കുന്ന ആൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. അപ്പം ഇനി നമുക്ക് ഡയറിയുടെ ബാക്കി വായിക്കാം. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. കാരണം അതിൽ നിന്നൊക്കെ ആയിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഡയറിയുടെ ബാക്കി വായിക്കാം. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. दूसरे दिन അടുത്ത ദിവസം, ബഹുത്ത് സുബഹ് അതിരാവിലെ, ഫിർ വീണ്ടും, കോയി റിപ്പോർട്ട് ലേനെ വേറെ ഏതോ റിപ്പോർട്ട് വാങ്ങാൻ, ദൂസരി തരഫ് രണ്ടാമത്തെ വട്ടം, മേരി എൻ്റെ, ചോട്ടി ബഹൻ ചെറിയ അനിയത്തി ചെറിയ സഹോദരി, ജാന പട പോകേണ്ടി വന്നു. അടുത്ത ദിവസം അതിരാവിലെ വീണ്ടും വേറെ ഏതോ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വട്ടം എൻ്റെ ചെറിയ സഹോദരിക്ക് പോകേണ്ടതായി വന്നു. മേരി ബഹൻ ने नन्ही बच्ची को गोद में ले रखा था. മേരി ബഹൻ ने नन्ही बच्ची को എൻ്റെ സഹോദരി ചെറിയ കുട്ടിയെ ഗോതുമേം മടിയിൽ ലേ രഖാത്ത വെച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസേ ഫോട്ടോകോപ്പി കർവാനി थी. റിപ്പോർട്ട് ലേനെ കെ ബാദ് റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം ഉസേ ഫോട്ടോകോപ്പി കർവാനി थी. റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം അതെന്ത് ചെയ്യണം? ഫോട്ടോകോപ്പി എടുക്കണമായിരുന്നു. വഹ് പൈസേ ഡൂണ്ടിനെ ലഗി. അവള് പൈസ പണം തിരയാൻ തുടങ്ങി. ജേബ് മേം പേസെ നെഹി തേ. പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഊപ്പർ अस्पताल के 14 तल्ले में ही छूट गए थे. ഊപ്പർ മുകളിൽ, അസ്പതാൽ ഹോസ്പിറ്റൽ ആശുപത്രി, 14 തല്ലേ നാലാമത്തെ നിലയിൽ, 4-ാം നിലയിൽ, അതായത് ഹോസ്പിറ്റലിൻ്റെ 4-ാമത്തെ നിലയിൽ തന്നെ പൈസ വിട്ടുപോയിരുന്നു, മറന്നുപോയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉസ്നെ दुकानदार से कहा कि वह कुछ देर में पैसे लाकर दे देगी. ദുക്കാൻദാർ കടക്കാരൻ, കുച്ച് ദേർമേ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ. അവള് കടക്കാരനോട് പറഞ്ഞു കുറച്ച് സമയത്തിനുള്ളിൽ അവൾ പൈസ കൊണ്ടുവന്ന് തരാമെന്ന്. ഉസേ ഫോട്ടോ കോപ്പി ചഹിയേ ജറൂരി ഹെ. അവൾക്ക് ഫോട്ടോ കോപ്പി വേണമായിരുന്നു. ജറൂരി ഹെ അത്യാവശ്യമാണ്. പർ ദുക്കാൻദാർ ആനാകാനി കർത്താ ദിഖ. പക്ഷേ കടക്കാരൻ കേൾക്കാത്ത പോലെ, മൈൻഡ് ചെയ്യാത്ത പോലെ നിന്നു, കേട്ട ഭാവം അയാൾ നടിച്ചില്ല. തബി പാസ് ഖടേ ഏക് ലഡ്കേ നെ ഉസ്കി ഫോട്ടോകോപ്പി കെ ബി പേസെ ജമാ കർ ദിയേ. തബി അപ്പോൾ, പാസ് ഖടേ അടുത്ത് നിന്ന, ഏക് ലഡ്കേ ഒരു ആൺകുട്ടി, ഉസ്കി ഫോട്ടോകോപ്പി കെ ബി പേസെ ജമാ കർ ദിയേ അവളുടെ ഫോട്ടോകോപ്പിയുടെ പൈസ കൂടെ അടച്ചു. ഈ മാർക്ക് ചെയ്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. ഒരാളെ സഹായിക്കാനുള്ള മനസ്സും അതേപോലെ മനുഷ്യത്വമൊക്കെ പ്രകടമാകുന്നൊരു വരിയാണത്. അതുകൊണ്ടാണിത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഡയറിയുടെ ബാക്കി വായിക്കാം. ബഹൻ ഉസേ പലട്കർ കുച്ച് കഹത്തി ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാ താ. സഹോദരി അയാളോട് തിരിഞ്ഞെന്തോ പറയാൻ തുടങ്ങി. പക്ഷെ അയാൾ ഭീഡ് മേ ആൾക്കൂട്ടത്തിൽ ഗായബ് ഹോ ചുക്കാ താ. ഗായബ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. അയാൾ ആൾക്കൂട്ടത്തിൽ
അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. മേം शाम अस्पताल के बाहर चाय पीने निकली. മേം ഞാൻ, ശ്യാം വൈകുന്നേരം, ബാഹർ പുറത്ത്, ചായ് ചായ, പീനെ നിക്കലി കുടിക്കാൻ ഇറങ്ങി. ലേഖിക നമ്മളുടെ എഴുത്തുകാരി വൈകുന്നേരം ഹോസ്പിറ്റലിന്റെ പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആംഖേ ദുഃഖ രഹി ഥി, കണ്ണുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. ചായ് വാലേക്കോ കഹ, ചായക്കടക്കാരനോട് പറഞ്ഞു. ചോട്ടേ കപ്പ് മേ ചായ് ദീജിയേഗ, ചെറിയ കപ്പില് ചായ തന്നാ മതി. ഇനി നമുക്ക് ബാക്കി വായിക്കാം. ഉസ്നെ ബഡേ കപ്പ് മേ ചായ് ദേ ദി, അദ്ദേഹം വലിയ കപ്പില് ചായ തന്നു. ഭയ്യ ചോട്ടാ കപ്പ് ഫിർ സെ മേനെ കഹ, ഭയ്യ സഹോദര അല്ലെങ്കിൽ ഏട്ടാ, ചോട്ടാ കപ്പ് ചെറിയ കപ്പ്, ഫിർ സെ മേനെ കഹ വീണ്ടും ഞാൻ പറഞ്ഞു. पीजिए ना आप कहकर वह किसी से बात करने में व्यस्त हो गया. पीजिए ना आप, താങ്കൾ ഇത് കുടിച്ചാലും നിങ്ങൾ അത് കുടിക്കുകയെന്ന് ചായക്കടക്കാരൻ പറഞ്ഞു. कहकर वह किसी से बात करने में व्यस्त हो गया, പറഞ്ഞുകൊണ്ട് അയാൾ വേറെ ആരോടോ സംസാരിക്കുന്നതിൽ മുഴുകി. मैंने चाय पी ली, ഞാൻ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തരഫ് പലട്കർ ബോല, എന്നിട്ട് അയാൾ എന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പറഞ്ഞു. കോയി അസ്പതാൽ മേ അഡ്മിറ്റ് ഹൈ ക്യാ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്ന് എഴുത്തുകാരിയോട് ചായക്കടക്കാരൻ ചോദിച്ചു. മേനെ സോച്ചാക്കി മേരെ പീച്ചെ കോയി ഹോഗ, ഞാൻ വിചാരിച്ചു എന്റെ പിന്നില് ആരെങ്കിലും ഉണ്ടാകുമെന്ന്. ഷായദ് ഉസീസി പൂച്ച് രഹാ ഹോ, ചായക്കടക്കാരൻ ചോദിച്ചപ്പോ ലേഖിക വിചാരിച്ച് തന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നാണ്. ചിലപ്പോ അവരോട് ചോദിക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഉസ്നെ ഫിർ കഹ ആപ്സെ പൂച്ച് രഹാ ഹൂ, അദ്ദേഹം വീണ്ടും പറഞ്ഞു, താങ്കളോടാണ് ചോദിക്കുന്നത്. മേം ആപ്കോ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. ഹമേഷ പഠിത്താ ഹൂ, ബഹുത് അച്ഛാ ലഗ്താ ഹൈ. നമ്മുടെ ലേഖിക ജസിന്ത കെർക്കെട്ട വളരെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ ചായക്കടക്കാരൻ പറയാണ്, ഞാൻ താങ്കളുടെ രചനകൾ എപ്പോഴും വായിക്കാറുണ്ട്, വളരെ നല്ലതാണ്. മേനെ യുസെ ശുക്രിയ കഹ, ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ഫിർ ചായ് കെ പേസെ ദേനെ ലഗി, പിന്നീട് ചായയുടെ പൈസ കൊടുക്കാൻ തുടങ്ങി. വഹ് ഹാത്ത് ബാന്ധകർ ഉസി തരഹ് ഖടാ രഹാ, ചായക്കടക്കാരൻ കൈകെട്ടി അതേപോലെ നിൽക്കുകയാണ്, അയാള് പൈസ വാങ്ങുന്നില്ല. ബഹുത് ജിദ് കർനെ കെ ബാദ് ബി ഉസ്കെ ബാന്ധേ ഹാത്ത് ഖുലേ നഹി, ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ കെട്ടിയിട്ട കൈയെ അയാൾ തുറന്നില്ല. അതായത് അയാൾ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടിയില്ല, നീട്ടാതെ എങ്ങനെ നിന്നു. മേനെ ചായ് കെ ലിയേ ഉസേ ശുക്രിയ കഹ ഓർ അസ്പതാൽ കെ ഭീതർ ചലി ഗയി, ഞാൻ അദ്ദേഹത്തോട് ചായ തന്നതിന് നന്ദി പറഞ്ഞ് ആശുപത്രിയുടെ അകത്തേക്ക് ഉള്ളിലേക്ക് പോയി. ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നാണ്. ദേഖ अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. ഭീതർ ഉള്ളിൽ അകത്തും, ബാഹർ പുറത്ത്, അലഗ് വ്യത്യസ്തമായ വേറിട്ട, ദുനിയ ലോകം. ആശുപത്രിയുടെ അകത്തും പുറത്തും ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തമായ ലോകമാണെന്ന് നമ്മുടെ എഴുത്തുകാരിക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ലേഖികയ്ക്ക് വലിയ കപ്പില് ചായ കൊടുക്കുന്ന ചായക്കടക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മേശയിൽ ചെറിയ കപ്പും വലിയ കപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയറിയുടെ ബാക്കി വായിക്കാം.
अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी ആത്മീയത और മനുഷ്യത ബച്ചാക്കർ रखी है. അഭാവ് ഇല്ലായ്മ, അഭാവം. ബീമാരി രോഗം. ഗരീബി ദാരിദ്ര്യം. ദുഃഖ് വിഷമം, സങ്കടം എന്നൊക്കെയാണ്. സാധാരണ ലോക് സാധാരണ ജനങ്ങൾ, ആളുകൾ. ജീവൻ ജീവിതം. തോട കുറച്ച്. ആത്മീയത എന്ന് പറഞ്ഞാൽ അടുപ്പം. മനുഷ്യത മനുഷ്യത്വം. ഇല്ലായ്മയിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിനിടയിലും എന്താണ് സാധാരണ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സ്നേഹവും മറ്റുള്ളവരോട് അടുപ്പവും അതുപോലെ മനുഷ്യത്വവും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉനെ देखते हुए सोचते हो कि धरती में प्रेम सबसे ताकतवर मूल्य है. ഉനെ देखते हुए सोचते हो कि സാധാരണക്കാരായ ജനങ്ങളെ നോക്കിക്കൊണ്ട് ലേഖിക ചിന്തിക്കുകയാണ്. ധർത്തി മേം പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹൈ. ധർത്തി മേം ഭൂമിയില്, പ്രേം സ്നേഹം, സബ്സെ താക്കത്വർ മൂല്യ ഹൈ ഭൂമിയില് സ്നേഹം ഏറ്റവും എല്ലാത്തിനേക്കാളും ശക്തിയുള്ള മൂല്യമാണ്. ഭൂമിയിലെ ഏറ്റവും ശക്തിയുള്ള മൂല്യം സ്നേഹത്തിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹൈ. ഇൻസാൻ മനുഷ്യൻ, ഭീതർ ഉള്ളിൽ. और यही अतिरिक्त पाने के लालच, उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको खत्म कर सकता है. लालच അത്യാഗ്രഹം, ഹംലെ ആക്രമണം, അവിശ്വാസം. അതിരിക്ത് പാനേക്ക് ലാലച്ച് കൂടുതൽ നേടാനുള്ള അത്യാഗ്രഹം. ഉസ്കെ ലിയേ ഏക് ദൂസരെ പർ ഹംലെ അതിനായി ഒരാൾ മറ്റൊരാളെ അതായത് പരസ്പരം ആക്രമിക്കുക. ഏക് ദൂസരെ പർ അവിശ്വാസ് ഒരാൾക്ക് മറ്റൊരാളോട് പരസ്പരം അവിശ്വസിക്കുക. और हिंसा सबको खत्म कर सकता है. ഹിംസ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒരാളെ ആക്രമിക്കുക, മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുക, നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുക. ഈ വയലൻസിനെയും അതായത് വേറൊരാളെ കൊല്ലുന്നതിനൊക്കെയാണ് ഹിംസ എന്ന് പറയുന്നത്. സബ്കോ എല്ലാവരെയും ഖതം കർ സക്താ ഹേ അതായത് അതിനൊക്കെ എന്താണ് എല്ലാവരെയും നശിപ്പിക്കാൻ കഴിയും, അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ നേടാനുള്ള അത്യാഗ്രഹം അതിനായി പരസ്പരം ആക്രമിക്കുക, പരസ്പരം അവിശ്വസിക്കുക, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ എല്ലാവരെയും നശിപ്പിക്കാനും അവസാനിപ്പിക്കാനും കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഓർ കുച്ച് നഹി ബച്ചാ സക്താ. ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ വേറൊന്നിനും മറ്റൊന്നിനും രക്ഷിക്കാനാകില്ല. ഈ ഭൂമിയെ രക്ഷിക്കാൻ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ തരുന്ന മെസ്സേജ് എന്താണ്? സ്നേഹം ഉണ്ടെങ്കിൽ മനുഷ്യത്വവും പരസ്പര സ്നേഹവും അതേപോലെ നമ്മളെ കൂടെയുള്ളവരെ സഹായിക്കാനും അവരെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാനൊക്കെ മനസ്സുണ്ടാവും. സ്നേഹമില്ലെങ്കിൽ നന്മ ഉണ്ടാവില്ല, നല്ലതെല്ലാം എന്താണ് നശിച്ചു പോവും. സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും ഈ ഭൂമിയെ രക്ഷിക്കാനാകില്ല എന്ന വലിയൊരു മെസ്സേജ് നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വാക്കുകളുടെ എല്ലാ അർത്ഥവും മനസ്സിലാക്കി പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നന്നായി പഠിക്കുക. അപ്പോഴാണ് പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ സാധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്.
ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.